നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈക്കിളിൻ്റെ ചെയിൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് സൈക്കിളിൻ്റെ ചെയിൻ ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ റൈഡൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ, ലോങ് റൈഡൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സൈക്കിൾ ചെയിന് അത്യാവശ്യം ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ സൈക്കിളിൻ്റെ ചെയിനിൽ നല്ല ചളിയുണ്ട്. അതേപോലെ തന്നെ ആഴ്ചയിലൊരിക്കലോ ഇനി അതല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കലെങ്കിലും ഒക്കെ നമ്മൾ ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ചെയിൻ ക്ലീൻ ചെയ്യുന്നുണ്ടാവും. ഇനി ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാനിവിടെ ഒരു പെയിൻറ്റിൻ്റെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിപ്പം കൂടിയ ബ്രഷാണ്. നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം. ചെറിയ ബ്രഷ് എന്തായാലും വീട്ടിൽ പഴയ ബ്രഷൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ അതേപോലെ തന്നെ 2 ടൂത്ത് ബ്രഷുകളുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഡീസലാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് സോപ്പ് പൊടിയോ അതല്ലെങ്കിൽ കാർ വാഷോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്തായാലും നമുക്കതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൊസീജിയറായിട്ട് നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇതുമത്തെ ഈ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇതുമത്തെ പൊടിയൊക്കെ അത്യാവശ്യം കുറച്ച് പൊടി ഉണ്ടായിരുന്നു. ആ പൊടിയും മണ്ണൊക്കെ നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ച് തട്ടി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡീസൽ എടുത്തിട്ട് ഇത് ക്ലീൻ ചെയ്യാം. ഈ ചെയിന് നമുക്ക് കുറച്ച് ഡീസൽ എടുത്തിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ കുറച്ച് ഡീസൽ എടുത്തിട്ടുണ്ട്. ഡീസൽ കൂടുതൽ ഡീസലൊന്നും വേണ്ട, കുറച്ച് ഡീസൽ മതി. ഡീസൽ എടുത്തിട്ട് നമുക്ക്, അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ചെറിയ കവർ എന്തെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ പുറകിലൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ മറച്ചു കൊടുക്കാം. കാസറ്റിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു കവർ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലോട്ടൊന്നും ഡീസൽ വല്ലാണ്ട് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഡീസൽ എടുത്തിട്ട് ഡീസൽ മെല്ലെ കാസറ്റിൽ ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാസറ്റിലും അതേപോലെ തന്നെ ഇതിൻ്റെ ജോക്കിയിലും ഒക്കെ നമുക്ക് ഡീസൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും നമുക്ക് ക്രാങ്കിലും ഇതേപോലെ ഡീസൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ വലിയ ബ്രഷ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പരിപാടി സിമ്പിളായിട്ട് തീർക്കാൻ പറ്റും. നമുക്ക് ഈ ചെയിനുമൊക്കെ കുറച്ച് ഡീസലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കയ്യിൽ 2 ടൂത്ത് ബ്രഷ് ഉണ്ട്. ആ ബ്രഷിൽ കുറച്ച് ഡീസലാക്കിയിട്ട് നമ്മൾ ഈ ചെയിനിൽ ഈ 2 ബ്രഷും കൂടെ നമ്മൾ ഈ ചെയിനിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ ചെയിനും മെല്ലെ കറക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയിനിൻ്റെ ഉള്ളിലുള്ള ഓയിലും അതേപോലെ തന്നെ ചളികളും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യാൻ കഴിയും. ഇതുപോലെ നമുക്ക് ഈ ഇതിലുള്ള ഗ്രീസ് ഓയിലൊക്കെ അത്യാവശ്യം പോയി എന്ന് തോന്നുന്ന വരെ നമുക്കിതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഫ്രണ്ട് ഡിറൈലറും അതേപോലെ തന്നെ ബാക്ക് ഡിറൈലറും ഒക്കെ പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ ബ്രഷ് ഒന്ന് വെച്ചിട്ട് ഉരച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ജോക്കി വീലും കാര്യങ്ങളും അവിടെയൊക്കെ ഗ്രീസും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ചെറിയൊരു തുണി എടുത്തിട്ട് നമുക്ക് ഈ കാസറ്റിൻ്റെ ഉള്ളിലോട്ട് നിൽക്കുന്ന ഈ പല്ലുകൾക്കിടയിലൂടെ ഇങ്ങനെ ഈ തുണി വെച്ച് നമുക്കിങ്ങനെ ഒരുതി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഗ്രീസും ചളികളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. ഒരു ചെറിയ കോട്ടൻ്റെ തുണി എന്തെങ്കിലും എടുത്തിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ചളികളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കാസറ്റിൻ്റെ പല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ തുണി വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീസൽ കഴുകിക്കളയുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഷാമ്പുവോ അതല്ലെങ്കിൽ സോപ്പ് പൊടിയോ പിന്നെ അതല്ലെങ്കിൽ കാർ വാഷോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിലുള്ള ഈ ഡീസൽ കഴുകിക്കളയാം. അപ്പോൾ നമ്മളിതിൽ കുറച്ച് സോപ്പ് പൊടി ആണ് കലക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഷാമ്പുവോ സോപ്പ് പൊടിയോ ഇനി അതല്ലെങ്കിൽ കാർ വാഷോ അങ്ങനെ എന്തും നമുക്കിതിന് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിത് സോപ്പ് പൊടി ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സൈക്കിളിലൊക്കെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സൈക്കിൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ട് കുട്ടപ്പനാക്കി വെക്കാം. സൈക്കിൾ എപ്പോഴും കഴുകുന്ന സമയത്ത് വെള്ളം കൂട്ടി തുടക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ വെള്ളം ആയിക്കഴിഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ സൈക്കിൾ ഉപയോഗിക്കുന്നവർക്ക് അറിയാം. അപ്പോൾ മാക്സിമം ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും വെള്ളം ആകാതെ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ സൈക്കിളിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വെള്ളം അടിച്ചിട്ട് സൈക്കിൾ കഴുകുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ ബോട്ടം ബ്രാക്കറ്റിലും അതേപോലെ തന്നെ ബാക്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൈക്ലിസ്റ്റുകൾ പറയുന്നത് കൂടുതലും വെള്ളം ഉപയോഗിച്ച് സൈക്കിൾ കഴുകരുത് എന്നാണ്. പക്ഷേ നമ്മൾ ഈ MTB റൈഡേഴ്സിന് നമ്മൾ ഓഫ് റോഡും അതേപോലെ തന്നെ വലിയ റൈഡുകളൊക്കെ പോകുമ്പോൾ ഇതിൽ നിറച്ച് ചളി ഉണ്ടാവും, അറിയാമല്ലോ. അപ്പോൾ അത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കിത് കഴുകല്ലാതെ വേറെ രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിവിടെ നോക്കാം. എന്നുണ്ടോ, ഇപ്പോൾ നമ്മൾ ചെയിനൊക്കെ ക്ലീൻ ചെയ്തു. ഇതിൽ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ആ വെള്ളം നമ്മൾ മാക്സിമം തുടച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് വെയിൽ തട്ടിക്കഴിഞ്ഞാൽ അത് ഉണങ്ങും. ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്കിതിൽ ചെയിൻ ട്യൂബോ അതല്ലെങ്കിൽ എന്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെയിന് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ചെയിനും അതേപോലെ തന്നെ കാസറ്റും നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾ ഏത് മെത്തേഡിലാണോ ക്ലീൻ ചെയ്യുന്നത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഉപകാരപ്രദമായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം കേട്ടോ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും